കുട്ടിച്ചാത്തന്റെ കഥ അറിയാമോ? ശിവഭക്തനും വേദപണ്ഡിതനും ആയിരുന്നു കാളകാട്ട് നമ്പൂതിരി. എന്നാൽ ഒരു സന്താനഭാഗ്യം തിരുമേനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ വിഷമത്തിനായി തിരുമേനി കയറിയിറങ്ങാത്ത മഹാക്ഷേത്രങ്ങൾ ഇല്ല. ഒരു ദിവസം ശിവൻ പാർവതി സമേതം വള്ളുവന്റെയും വള്ളുവത്തിയുടെയും വേഷം ധരിച്ച് കാട്ടിലൂടെ കളിച്ചും വേട്ടയാടിയും നടന്നു. ഇതിനിടയിൽ പാർവതി ഗർഭം ധരിച്ചു. കരിമ്പൂരാടവും കർത്തവാവും ഒന്നിച്ചു വന്ന കർക്കിടമാസത്തിലെ ഒരു 3-ാം നാളിൽ ദേവി പ്രസവിച്ചു. കറുത്ത ശരീരമായാണ് കുട്ടി പിറന്നത്. എന്നാൽ കുട്ടിക്ക് ദിവ്യത്വമുള്ളത് ശിവനും പാർവതിയും മനസ്സിലാക്കി. ഭൂമിയിൽ ജനിച്ചതിനാൽ കുഞ്ഞിനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, കാട്ടിൽ ഉപേക്ഷിക്കാനും കഴിയില്ല. കുട്ടിയെ പാലൂട്ടി വളർത്തണമെന്ന് പാർവതി ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനു പരിഹാരമായി ശിവൻ ഒരു വഴി കണ്ടു. തന്റെ ഭക്തനായ കാളകാട്ട് തിരുമേനിക്ക് കുട്ടികളില്ല, കുട്ടിയെ നമ്പൂതിരിക്ക് നൽകാമെന്ന് തീരുമാനിക്കുന്നു. അവിടെ സുഖസമൃദ്ധിയിലിവൻ ഓമനയായി വളരുന്നതു നമുക്ക് കൈലാസത്തിരുന്നു കാണാമെന്നും പറഞ്ഞത് കേട്ട് ദേവി പിടിവാശി ഉപേക്ഷിച്ച് അതിന് തയ്യാറായി. പിറ്റേന്ന് രാവിലെ കാളക്കാട്ടുമനയിലെ മുറ്റം തൂത്തുവാരുകയായിരുന്ന സ്ത്രീ പടിപ്പുരയിൽ കണ്ടത് വിങ്ങിപ്പൊട്ടിക്കരയുന്ന കൈക്കുഞ്ഞിനെയാണ്. ആ സ്ത്രീ കുഞ്ഞിനെയുമെടുത്ത് മനയ്ക്കലേക്കോടി. കറുത്തുപോയെങ്കിലും ഏഴുകുള്ള ആ കുഞ്ഞിനെ ആത്തോലമ്മ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. അവൻ വളർന്നുവന്നു. എന്നാൽ വളർന്നു വരുംതോറും അവന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ദൃശ്യമായി. ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ അവൻ അനുവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യമായ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായില്ല. അനുസരിക്കാതിരുന്ന കുട്ടിയെ ഗുരുനാഥൻ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. കുട്ടി ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പുമതിയാക്കി സ്ഥലം വിട്ടു. സഹികെട്ട തിരുമേനി അവനെയൊരു കുറ്റപ്പേര് വിളിച്ചു, കുട്ടിച്ചാത്ത എന്ന്. പിന്നീടതവന്റെ വിളിപ്പേരായി മാറി. ഇല്ലത്തിലെ സ്വൈര്യജീവിതം അസാധ്യമായപ്പോൾ ദൂരെ തന്റെ കാലിത്തൊഴുത്തിലേക്ക് മാറി ജീവിച്ചുകൊള്ളാനും തിരുമേനി കൽപ്പിച്ചു. തുടർന്ന് കാളകാട്ടിലത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന ചാത്തൻ ഒരു കാളയെ അറുത്ത് ചോര കുടിച്ചു. ഇത് ആത്തോലമ്മ കണ്ടു. ഇതിൽ നമ്പൂതിരി കോപാകുലനായി ചാത്തനെ ശിക്ഷിച്ചു. ആത്തോലമ്മയുടെ ഏഷണി നിമിത്തമാണെന്ന് വിചാരിച്ച ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു. ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു. പക്ഷെ ചാത്തൻ ചത്തില്ല. വാശി കൂടിയ നമ്പൂതിരി ബ്രാഹ്മണരെ വരുത്തി ഹോമകുണ്ഡം തീർത്തു. വീണ്ടും ചാത്തനെ വെട്ടി 390 കഷ്ണങ്ങളാക്കി 21 ഹോമകുണ്ഡങ്ങളിൽ ഹോമിച്ചു. ഈ ഹോമകുണ്ഡങ്ങളിൽ നിന്ന് അനേകം ചാത്തന്മാരുണ്ടായി. തീയിൽ വീണവൻ തീകുട്ടിയായും, പൂവിൽ വീണവൻ പൂക്കുട്ടിയായും, കരിയിൽ വീണവൻ കരിങ്കുട്ടിയായും, പറന്നുപോയവൻ പറക്കുട്ടിയായും വന്നു. അഗ്നിനൃത്തം വെച്ച് ചാത്തൻ കാളകാട്ടിലവും സമീപത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളും ചുട്ടുകരിച്ചു. എല്ലാവരും കൂടി പെരുമലേന്റെ അടുത്തു ശരണം പ്രാപിച്ചു. പെരുമലേന്റെ വെളിപാട് പ്രകാരം ജനം കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടിച്ചു. കുട്ടിച്ചാത്തൻ മലനാട്ടിലെ ദൈവമായി. ചാത്തൻ തെയ്യം ആശ്വാസമരുളി, അനുഗ്രഹവും.